ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അൽഫ നായർ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഫേസിൽ നിറയെ പിമ്പിൾസ് വന്നായിരുന്നു. അപ്പോൾ ഞാൻ അതിനൊക്കെ എങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്തത്, ഞാൻ എൻ്റെ ഫുഡിൽ എന്തൊക്കെയാണ് കൺട്രോൾ ചെയ്തത്, എനിക്ക് എങ്ങനെയാണ് പിമ്പിൾസ് വന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇവിടെയും പാടിയിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ഇനി മാറാനുള്ളൂ. ബാക്കിയൊക്കെ അത്യാവശ്യം പാടുകളും കാര്യങ്ങളൊക്കെ എൻ്റെ ഫേസിൽ നിന്ന് പോയി, നിറയെ പിമ്പിൾസ് വന്നായിരുന്നു. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ജൂൺ ജൂലൈ മാസമായിട്ടുണ്ടല്ലോ എൻ്റെ ഫേസിൽ നിറയെ പിമ്പിൾസ് വന്നേക്കായിരുന്നു കേട്ടോ. എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. ആ ജൂൺ ജൂലൈ മാസങ്ങളിൽ എൻ്റെ വർക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നുകൊണ്ട് തന്നെ എനിക്ക് ഒരു കാര്യവും ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒന്നിനും ടൈമേ ഉണ്ടായിരുന്നില്ല. എൻ്റെ സ്വന്തം കാര്യങ്ങൾ നോക്കാനാണെങ്കിലും സ്കിൻ കെയർ ചെയ്യാനാണെങ്കിലും ഹെയർ കെയർ ചെയ്യാനാണെങ്കിലും ഒന്നിനും ടൈം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ഓഗസ്റ്റിൽ മോർണിംഗ് ഷിഫ്റ്റ് ആയതിനു ശേഷമാണ് ഞാൻ എന്ത് ചെയ്തത്, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പോയത്. അല്ലാതെ ആ 2 മാസം ഞാൻ എൻ്റെ ഫേസിൽ വന്ന പിമ്പിൾസും എൻ്റെ ഹെയർ ഫോളൊക്കെ അതേ കണക്കിന് മൈൻഡൊക്കെ അത് വിട്ടു എന്ന് വേണം പറയാൻ. എൻ്റെ കുറേ മുടികൾ കൊഴിഞ്ഞു പോയി, മുഖം നിറയെ പിമ്പിൾസ് വന്നു, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഞാനിപ്പോൾ ഒരു 2-3 വീക്സായിട്ട് അതിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എങ്ങനെയാണ് ആക്നെ വന്നത് എന്നുള്ളതിലേക്ക് പോവാം. ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു സമയമായിരുന്നു ഈ ജൂൺ ജൂലൈ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ. മെയിൻലി നൈറ്റ് ഷിഫ്റ്റ് വർക്ക്, ഇഷ്ടമല്ല നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യാനായിട്ട്. നൈറ്റ് ഷിഫ്റ്റ് വർക്ക്, ഉറക്കം ശരിയാവുന്നില്ല, വർക്കിൻ്റെ പ്രഷർ വേറെ. ഈ കോപ്പറേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് മനസ്സിലാവും ആ ഒരു സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളൊക്കെ. IT ഫീൽഡാണ്. AC റൂമിൽ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലിരുന്ന് വർക്ക് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കോപ്പറേറ്റീവ് ഫീൽഡ് നമുക്ക് തരുന്നൊരു മെൻ്റൽ പ്രഷറും അതൊക്കെ ഭയങ്കര വലുതാണ്. അതൊക്കെ ഇപ്പോൾ ഡെയിലി ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാനും വർക്കിൻ്റെ ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി ഇഷ്യൂസ്, അങ്ങനെ കുറേ നമുക്ക് ഒരുപാട് സ്ട്രെസ്സും ടെൻഷൻസും കാര്യങ്ങളൊക്കെ നിറഞ്ഞൊരു ലൈഫാണ് വർക്ക് ചെയ്യുന്ന ലൈഫ് എന്ന് പറയുന്നത്. ഓരോരുത്തരുടെ ജോബിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്ട്രെസ്ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുന്ന സമയം മഴക്കാലം സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഓൾറെഡി തലയിൽ ഡാൻഡ്രഫ് ഉള്ള ടൈപ്പായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഷാമ്പൂസൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും പിന്നെ എൻ്റെ ഹെയർ ഓയിലിങ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ തലയിലിടുന്ന പാക്കൊക്കെ ആയിട്ട് അതൊന്ന് കൺട്രോൾഡായി പോകുന്നുണ്ടായിരുന്നു. എനിക്കങ്ങനെ വലിയ രീതിയിൽ ഡാൻഡ്രഫ് ഇല്ല, പക്ഷേ ഡാൻഡ്രഫ് വരും. അപ്പം ക്ലൈമറ്റ് ചേഞ്ച് ആയതോടുകൂടി നമ്മുടെ മഴക്കാലം തുടങ്ങിയതോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ ഡാൻഡ്രഫ് കൂടാനായിട്ട് തുടങ്ങി. തലയിൽ ഡാൻഡ്രഫ് കൂടിക്കഴിഞ്ഞപ്പോൾ അത് മുഖത്തേക്കൊക്കെ സ്പ്രെഡായിട്ട്, മീൻസ് അതിൻ്റെ ഇതിങ്ങനെ തരുതരുമെന്ന് വീഴില്ല, നമ്മുടെ ബെഡ്ഷീറ്റിലും പില്ലോ കവറിലൊക്കെ ആവുമല്ലോ, അതിൽ നിന്നൊക്കെ നമ്മുടെ ഫേസിലൊക്കെ ആയിട്ട് തരുതരുമെന്നുള്ള പിമ്പിൾസ് വരാനായിട്ട് തുടങ്ങി. അതൊരു അലർജിക്ക് പോലെയാണ് കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് നമുക്ക് ഇങ്ങനെ വരുന്നത്. അങ്ങനെ നിങ്ങളുടെ ഫേസിലും അതുപോലെ കുഞ്ഞു കുഞ്ഞു തരുതരൂ എന്നുള്ള പിമ്പിൾസ് വരുന്നുണ്ടെങ്കിൽ അത് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ ആണ് കേട്ടോ. ഇത് ഡാൻഡ്രഫ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പിമ്പിൾസ് മാറും. പിമ്പിൾസിനെയും നമ്മൾ ട്രീറ്റ് ചെയ്യണം, ഡാൻഡ്രഫിനെയും ട്രീറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അങ്ങനെ പിമ്പിൾസ് വന്നിരുന്നു. പിന്നെ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഈ എനിക്കൊരു റിലാക്സേഷൻ ഫീൽ കിട്ടുന്നത് ഒരുപാട് സ്വീറ്റ് മധുരമുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കഴിക്കുമ്പോഴായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ചോക്ലേറ്റ്സും ഐസ്ക്രീംസും ഒക്കെ വലിച്ചു വാരി തിന്നാനൊക്കെ ആയിട്ട് തുടങ്ങി. പേട, മൈസൂർ പാക്ക്, അതുപോലെ തന്നെ പാവാണോ, അതുപോലെ തന്നെ നമ്മൾ പാവാന്ന് തോന്നുന്നു, അതുപോലെ തന്നെ നമ്മുടെ കാജു കത്ലി, ആ സാധനങ്ങളൊക്കെ, ഈ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചിട്ടുള്ള കുറേ ഡിസേർട്ട്സ്, മറ്റേ കസ്റ്റാർഡൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട് സലാഡ്, ഇതൊക്കെ ഞാൻ ഒത്തിരി കഴിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ ഡാൻഡ്രഫ് കാരണം വന്ന തരുതരും എന്നുള്ള പിമ്പിൾസിനൊക്കെ ഇങ്ങനെ കുറച്ചും കൂടെ ആക്റ്റീവ് ആവാനായിട്ട് തുടങ്ങി. ഫ്രണ്ടിൽ ഇങ്ങനെ വൈറ്റ് ഡോട്ട് പോലെ വരാനായിട്ട് തുടങ്ങി. എന്നിട്ട് അതിങ്ങനെ പൊട്ടിയിട്ട് മുഖത്തൊക്കെ ഇങ്ങനെ സ്പ്രെഡായി തുടങ്ങി. അങ്ങനെ ഫേസ് നിറയെ പിമ്പിൾസായി. 2 മാസം ഞാനത് അങ്ങനെ വിട്ടു. അതിൻ്റെ പുറകെ ഞാൻ പോയില്ല. അത് കഴിഞ്ഞ് ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തപ്പോഴാണ് ഡോക്ടർ ഇന്ന കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ ഞാൻ ഡാൻഡ്രഫിനുള്ള ഷാമ്പു തരാം, അതുപോലെ തന്നെ പിമ്പിൾസിനെ ആക്നെ ചെയ്യാനുള്ള ഓയിൻമെൻറ്റും തരാം, പക്ഷേ എന്ത് ചെയ്യണം, വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതുപോലെ തന്നെ നമ്മുടെ സീ ഫുഡ്, പ്രോട്ടീൻസ്, അതുപോലെ വെള്ളം, ഇതൊക്കെ നന്നായിട്ട് കഴിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഓക്കെ ശ്രമിക്കാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ശ്രമിച്ചാൽ പോരാ, വെജീസും ഫ്രൂട്ട്സും എന്തായാലും ഡെയിലി കഴിക്കണം, മുടങ്ങാതെ കഴിക്കണമെന്ന് പറഞ്ഞു.
ഓക്കെ പറഞ്ഞ് പോന്നു. ഡോക്ടർ വന്നിട്ട് എനിക്കൊരു ഡയറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഡയറ്റ് പ്ലാനാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്ത ഓയിൻമെൻറ്റ്സ് കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയാം. കാരണം എല്ലാം ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തായി പോകും, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് ഡയറ്റ് പ്ലാനാണ്. ബിക്കോസ് ഡയറ്റ് പ്ലാനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ഫേസിലെ ഈ പിമ്പിൾസ് കുറയാനായിട്ടുള്ള മെയിൻ കാരണം എൻ്റെ ഡയറ്റ് പ്ലാനാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഗീ കഴിക്കുമായിരുന്നു, നെയ്യ്. അത് എംപ്റ്റി സ്റ്റൊമക്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അതിനകത്തുള്ളത് മുഴുവൻ ഗുഡ് ഫാറ്റാണ്. ഓക്കെ, മെൽറ്റ് ചെയ്യാത്ത പച്ച നെയ്യ്. ഓക്കെ, 1 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ ഒന്നും വേണ്ട, 1 ടീസ്പൂൺ. ചായ ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മോളല്ലേ, അതിനകത്ത് 1 ടീസ്പൂൺ കഴിച്ചാൽ മതി. അത് മതി, നമ്മുടെ വെറും വയറ്റിൽ വെള്ളം പോലും കുടിക്കുന്നതിന് മുന്നേ അത് കഴിക്കാം. അതിനുശേഷം ഞാൻ കുടിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ചിയാ സീഡ് ഇട്ട വെള്ളം, അല്ലെങ്കിൽ ചിയാ സീഡ് ഇടാത്ത നോർമൽ വെള്ളം. നോർമൽ 1 ഗ്ലാസ് വെള്ളം കുടിക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മോർണിംഗ് ഷിഫ്റ്റ് ആയതുകൊണ്ട് രാവിലെ 6 മണിക്കാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഡയറ്റ് പ്ലാൻ കൊണ്ടുപോയിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് കൊണ്ടാവുന്നതാണ്. അപ്പം മോർണിംഗ് ഞാനൊരു 5 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റിട്ട് ഈ കാര്യങ്ങളൊക്കെ ബ്രഷിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഈ ഗീ എടുത്ത് കുടിക്കും. ചില ദിവസങ്ങളൊക്കെ ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഈ ഗീ കഴിച്ചിട്ടുണ്ടാകും. ബ്രഷ് ചെയ്യുന്നതിന് മുമ്പേ ഗീ ഒന്ന് കുപ്പിളിച്ച് കളഞ്ഞിട്ട് ഗീ കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അത് കഴിഞ്ഞ് വന്നിട്ടും നേരെ 1 ഗ്ലാസ് വെള്ളം കുടിക്കും. ആ 1 ഗ്ലാസ് വെള്ളം കൂടെ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതെന്ന് പറയുന്നത്, മോർണിംഗിൽ തന്നെ എനിക്ക് നല്ലപോലെ വിശക്കും. അപ്പം ഞാൻ ആ മീലൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷോർട്സ് ആയിട്ടും അല്ലാതെ വലിയൊരു വീഡിയോയ്ക്ക് ആയിട്ടും എൻ്റെ വീഡിയോസ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങളത് കണ്ടു നോക്കാം. ഞാൻ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് കൊടുത്തേക്കാം. ഓട്സ് കഴിക്കും ഞാൻ. ഓട്സ് ജസ്റ്റ്, എനിക്ക് പാൽ അലർജിക്കാണ്. മിൽക്ക് എനിക്ക് കഴിക്കാനായിട്ട് പാടില്ല. പശുവും പാലൊന്നും എനിക്ക് പറ്റില്ല. പാൽ എനിക്ക് അലർജിക്കായിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അണ്ടിപ്പരിപ്പ് അരച്ചതോ അതല്ലെങ്കിൽ ബദാം അരച്ചിട്ടൊക്കെ അതൊരു പാലിൻ്റെ ഒരു ടെക്സ്ചറിൽ എടുത്തിട്ട്, ഓട്സ് അതുപോലെ എനിക്ക് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റില്ല. എൻ്റെ വയറിന് ഓട്സ് പച്ചക്ക് കഴിച്ച് കഴിഞ്ഞാൽ ദഹനം നടക്കില്ല, ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഓട്സ് കുക്ക് ചെയ്തെടുത്തിട്ട് ഈ അണ്ടിപ്പരിപ്പോ ബദാമൊക്കെ ഇട്ട് അടിച്ച് ഇത് മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് ഏത്തപ്പഴമല്ല, മറ്റേ റോബസ്റ്റ് പഴം, മഞ്ഞ റോബസ്റ്റ് പഴം. ഏത്തപ്പഴം എൻ്റെ വയറിന് പറ്റത്തില്ല. എനിക്ക് ഏത്തപ്പഴം കഴിച്ച് കഴിഞ്ഞാൽ ബാത്റൂം പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഏത്തപ്പഴം കഴിക്കാറില്ല. റോബസ്റ്റ് പഴമാണ് കഴിക്കുന്നത്. റോബസ്റ്റ് അരിഞ്ഞിടും, പിന്നെ ആപ്പിൾ അരിഞ്ഞിടും, പിന്നെ 1-2 ഈന്തപ്പഴം, അങ്ങനെയൊക്കെയാണ്. മധുരം ഉപയോഗിക്കൽ നിർത്തി, പകരം തേനും ശർക്കരയും യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്കൊരു മീൽ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണോ അത് കഴിക്കും. ഇഡ്ഡലി, സാമ്പാറൊക്കെ ആണെങ്കിൽ ഇഡ്ഡലി എടുത്തിട്ട് സാമ്പാറിൻ്റെ ഗ്രേവിനേക്കാൾ കൂടുതൽ ഞാൻ അതിൻ്റെ വെജിറ്റബിൾസ് വാരിയിട്ടാണ് കഴിക്കുന്നത്. ഇഡ്ഡലി സാമ്പാർ കഴിക്കും, അല്ലെങ്കിൽ ദോശയും ചമ്മന്തിയും പുട്ടും കടലയും, അങ്ങനെ എന്താണോ നമുക്ക് മോർണിംഗിലുള്ള അത് ഞാൻ കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇടയ്ക്കൊരു 11 മണി ഒക്കെ സമയമാവുന്ന സമയത്ത് ഒരു ബ്രേക്ക്, ഒരു 10 മിനിറ്റ്സ്, ഒരു 5 മിനിറ്റ്സ് ബ്രേക്കിൽ പേരയ്ക്കയോ, അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ ഞാൻ റോബസ്റ്റ് പഴം കഴിച്ചു, ആപ്പിൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആപ്പിൾ കഴിക്കില്ല, എനിക്ക് ആപ്പിൾ അത്ര ഇഷ്ടമല്ല. പേരയ്ക്കയോ അല്ലെങ്കിൽ നമ്മുടെ മാമ്പഴമോ ഓറഞ്ചോ പപ്പായയോ വാട്ടർമെലണോ, അങ്ങനെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുക. ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന സമയത്തും ഞാൻ ഈ തോരനും കറികളും കൂടുതലായിട്ട് കഴിക്കും. ചോറ് വളരെ കുറച്ചെടുക്കുള്ളൂ. എന്ത് തോരനാണ് ഉണ്ടാക്കിയേക്കുന്നത് ആ തോരൻ കൂടുതലായിട്ട് കഴിക്കും, കറിയിലുള്ള കഷ്ണങ്ങളും കൂടുതലായിട്ട് കഴിക്കും. ചോറ് വളരെ കുറച്ചെടുക്കുള്ളൂ. കറികളിൽ നിന്ന് കൂടുതൽ കഴിക്കാനായിട്ട് തുടങ്ങി. ചോറിനേക്കാളും കൂടുതൽ കറികളായിരിക്കും എന്തായാലും എടുക്കേണ്ടത്. അങ്ങനെ വേണം നമ്മൾ കഴിക്കാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വൈകുന്നേരം ഒരു 4 മണി 5 മണിയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് വിശക്കുമല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രോട്ടീൻ സാലഡ് ഉണ്ടാക്കും. നിങ്ങൾക്ക് പിന്നെ ഉച്ചയ്ക്കും രാവിലെയൊക്കെ ചിക്കനും മീനും ഒക്കെ വേണമെങ്കിൽ കഴിക്കട്ടോ, ഒന്നും പ്രശ്നമല്ല. എന്തോരം വേണമെങ്കിലും തിന്നാം. ചിക്കനും മീനും ബീഫും മട്ടനും ഒക്കെ എന്തോരം വേണമെങ്കിലും നമുക്ക് കഴിക്കാം. പിന്നെ ഈ 4 മണിക്ക് പലഹാരം കഴിക്കുന്ന സ്വഭാവം എനിക്കില്ല, പണ്ടേ ഇല്ല. ഞാനിപ്പോൾ അത് കഴിക്കാറുമില്ല. ഞാനപ്പോൾ ഈ 4 മണി സമയങ്ങളിൽ കഴിക്കാനാണ് ഞാൻ മെയിനായിട്ടും ഈ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ഒരു മീല് പ്രിപ്പയർ ചെയ്യുന്നത്.
അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ മെയിൻ കാര്യം എന്ന് പറയുന്നത് ക്യാരറ്റ്, കുക്കുംബർ, തക്കാളി, സവോള, ഈ കോൺ, ഈ ഈ 5 സാധനങ്ങൾ, പിന്നെ ബീട്രൂട്ട്. പക്ഷേ ബീട്രൂട്ട് എന്നോട് ഡെയിലി കഴിക്കണ്ടെന്ന് പറഞ്ഞു. ആഴ്ചയിൽ 2 ദിവസമേ ബീട്രൂട്ട് കഴിക്കാൻ പാടുള്ളൂ. ആഴ്ചയിൽ 1 ദിവസമാണ് ബീട്രൂട്ട് പച്ചക്കും കഴിക്കാൻ പാടുള്ളൂ. പിന്നെ ആഴ്ചയിൽ 1 ദിവസം ബീട്രൂട്ട് കുക്ക് ചെയ്തും കഴിക്കുക, ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ കഴിക്കുമ്പോൾ. അല്ലാതെ നമ്മൾ ബീട്രൂട്ട് കഴിക്കാനായിട്ട് പാടില്ല. ഡെയിലി ഒന്നും കഴിക്കാൻ പറ്റില്ല. മാക്സിമം ആഴ്ചയിൽ 3 പ്രാവശ്യം, അതിൽ കൂടുതൽ ബീട്രൂട്ട് കഴിക്കാനേ പാടില്ല, നമുക്ക് നല്ലതല്ല. അതുകൊണ്ടാണ്. പിന്നെ ചീര, ഇതൊക്കെയാണ് എൻ്റെ അടുത്ത്. ചീര എന്നോട് ഡെയിലി കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനെ ഡെയിലി ചീര കിട്ടാനില്ല. എങ്കിലും ഞാൻ മാക്സിമം എനിക്ക് പറ്റുന്ന പോലെ കഴിക്കാറുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റും, കുക്കുംബറും, തക്കാളിയും, സവാളയും, കോണും ഒക്കെ ഞാൻ മഞ്ഞൾ ഉപ്പും കൂടെയുള്ള വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകിയെടുക്കും. ഈ കുക്കുംബറിൻ്റെ പുറം ഭാഗത്തെ തോല് കളയില്ല കേട്ടോ. അതിങ്ങനെ നല്ലപോലെ ഉപ്പ് പുരട്ടി ക്ലീൻ ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. എന്നിട്ട് ഭയങ്കര ചെറുതായിട്ട് കട്ട് ചെയ്യുള്ളൂ ഞാൻ, അല്ലെങ്കിൽ മറ്റേ പീലർ വെച്ചിട്ട് പീൽ ഓഫ് ചെയ്തെടുക്കും. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചിലപ്പോൾ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിക്കും, നാരങ്ങ നീരും പിഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ലീഫും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇട്ട് ചെറുതായിട്ടൊരു ചാട്ട് മസാലയൊക്കെ ഇട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് അതിലേക്ക് ഇപ്പോൾ ഒരു ദിവസം ഞാൻ കടലയില്ലേ, നമ്മുടെ ബ്രൗൺ കടല, അത് പുഴുങ്ങിയത് ആഡ് ചെയ്ത് കൊടുക്കും. അതല്ലെങ്കിൽ വെള്ളക്കടല ആഡ് ചെയ്ത് കൊടുക്കും. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ വൻപയറും ചെറുപയറൊക്കെ അല്ലേ, അങ്ങനെ ഓരോ ദിവസം. ഇപ്പോൾ ഇന്ന് ചെറുപയറാണ് അതിൻ്റെ കൂടെ ചേർക്കണമെങ്കിൽ അടുത്ത ദിവസം കടല ചേർക്കും, അതിൻ്റെ അടുത്ത ദിവസം വെള്ളക്കടല ചേർക്കും, അതിൻ്റെ അടുത്ത ദിവസം വൻപയർ ചേർക്കും, ഒരു ദിവസം മുതിര ചേർക്കും. അങ്ങനെയൊക്കെ ഞാൻ ആ സാലഡിന് ചെറിയ ഡിഫറൻസ് ഒക്കെ വരുത്തി കഴിക്കാനായിട്ട് തുടങ്ങി. അപ്പം അങ്ങനെ ഞാൻ കഴിക്കുന്ന സാലഡ്സും വെജീസ് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്, കഴിക്കുന്നതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു മുട്ട അടിച്ചതിൻ്റെ കൂടെ ബുൾസയൊക്കെ ആയിട്ട് വെച്ചിട്ട് കഴിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ അത്രയും വെജിറ്റബിൾസ് നല്ലപോലെ കൺസ്യൂം ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് വൈകിട്ട് 4 മണി 5 മണി സമയത്താണ്. അത് കഴിഞ്ഞ് ഒരു 7:30-8 മണിയാവും ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. 7:30-8 മണിക്കുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കും. ഡിന്നർ കഴിക്കുന്ന സമയത്ത് ഞാൻ ആഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ചോറ് തന്നെ, ഉച്ചക്കത്തെ അതേ കറികളും തോരനുമായിരിക്കും. അല്ലെങ്കിൽ ഞാൻ രാത്രിയാണ് വയ്ക്കുന്നതെങ്കിൽ വേറെ കാര്യങ്ങളായിരിക്കും, അത് ഞാൻ കഴിക്കും. മീനുണ്ടെങ്കിൽ മീനും ചേർക്കും, ചിക്കനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്യും. എന്നിട്ട് കിടക്കുന്നതിന് മുന്നേ ഭക്ഷണം കഴിച്ച അപ്പം തന്നെ ഞാൻ ഫ്രൂട്ട്സ് കഴിക്കില്ല. പക്ഷേ എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് കഴിക്കണം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് എനിക്ക് കഴിച്ചില്ലെങ്കിൽ എനിക്ക് പറ്റില്ല. ഞാൻ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കും. അതിനുശേഷം ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം ഞാൻ കുടിക്കും. ഞാനൊരു 9:30 ആകുമ്പോഴേക്കും ഉറങ്ങാനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങും. 10 മണിയാകുമ്പോൾ ഞാൻ ഉറങ്ങാൻ കിടക്കും. അപ്പോൾ ഞാൻ ഒരു 9:30 ആകുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. എന്നിട്ട് ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഒരു ടേബിൾ സ്പൂണാണ്. ഓക്കെ, 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഞാൻ കുടിക്കും. 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഞാൻ കുടിക്കും. ഇത്രയാണ് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. അതായത് മോർണിംഗിൽ തന്നെ ഗീ, പിന്നെ ഓട്സ് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അത്ര രാവിലെ എഴുന്നേറ്റ് വർക്കിന് ഇരിക്കുന്നതുകൊണ്ടാണ്, അപ്പോഴേക്കും വിശക്കും, അതുകൊണ്ടാണ് ഓട്സ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ബദാമും അണ്ടിപ്പരിപ്പും നമ്മുടെ ചെറിയ മുന്തിരി, ഈന്തപ്പഴമൊക്കെ ആഡ് ചെയ്ത് ഇതെല്ലാം കൂടെയൊക്കെ ചേർത്ത് കുറച്ച് ഹണിയൊക്കെ ഒഴിച്ച് ഏതെങ്കിലും ഒരു 2 ഫ്രൂട്ടും കൂടെ ആഡ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യും, ഓട്സ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഗീ, ഓട്സ്, പിന്നെ ഞാൻ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെങ്കിലും കറി കൂടുതൽ കഴിക്കും. അതിന് മെയിനായിട്ടുള്ള സാധനം കുറച്ച് കഴിക്കുള്ളൂ, കറി കൂടുതലായിട്ട് കഴിക്കും. പിന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കും. പിന്നെ 1-2 ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം കേട്ടോ. പിന്നെ ഞാൻ മിസ് ചെയ്തൊരു കാര്യമുണ്ട്. പിന്നെ ഞാനൊരു 5 മണിയാകുമ്പോൾ സാലഡ് ഉണ്ടാക്കും. ഈ സാലഡിൻ്റെയൊക്കെ കൂടെ ഞാൻ യോഗേർട്ടും ആഡ് ചെയ്യും കേട്ടോ. യോഗേർട്ടോ തൈരോ അങ്ങനെ എന്താണോ അവൈലബിൾ ആയിട്ടുള്ള അത് ഞാൻ ആഡ് ചെയ്യും. ഒരു വെജിറ്റബിൾസൊക്കെ അരിഞ്ഞിട്ടിട്ടുള്ള ഈ ചിക്ക് പീസ്, അതുപോലെ തന്നെ നമ്മുടെ ബ്രൗൺ ചന ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള സാലഡ് കഴിക്കും. പിന്നെ വൈകിട്ടൊരു 7:30-8 മണിയോടുകൂടി ഡിന്നർ കഴിക്കും. അതും ചോറ് കുറവും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൂടുതലുമായിട്ടാണ് കഴിക്കുക. പിന്നെ ലാസ്റ്റ് കഴിക്കുന്ന എന്താണ്, ഫ്രൂട്ട്സ് കഴിക്കും. അതിനുശേഷം വെള്ളം കുടിച്ചിട്ട് കുറച്ച് ഒലീവ് ഓയിൽ കുടിച്ചിട്ടാണ് വന്ന് കിടക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു 3 ലിറ്റർ വെള്ളവും ഞാൻ കുടിക്കും. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്കിന്നിന് നല്ല ചേഞ്ചസ് ഉണ്ടാകും. എൻ്റെ സ്കിൻ അത്രയും ഡള്ളായി പോയോടത്തുനിന്നാണ് ഞാനിപ്പോൾ ഇത്രയും കയറി വന്നിരിക്കുന്നത്.
സോ ഞാൻ ഈ ഡയറ്റ് കണ്ടിന്യൂ ചെയ്തിട്ട് എനിക്കുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും വാച്ച് ചെയ്യുക. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.